നമസ്കാരം. കേരള അഗ്രികൾച്ചറൽ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെങ്ങിനെ ആക്രമിക്കുന്ന ചെമ്പൻചെല്ലിയെ തുരത്താൻ കെണി ഒരുക്കാം. തെങ്ങിനെ ആക്രമിക്കുന്ന 1 ഡസണിലേറെ കീടങ്ങളിലുള്ളതിൽ ഏറ്റവും മാരകമായതാണ് ചെമ്പൻചെല്ലി അഥവാ ചുവന്ന ചെള്ള്. ജനുവരി ഫെബ്രുവരി കാലയളവിലാണ് ഇതിൻ്റെ ആക്രമണം രൂക്ഷമാകുന്നത്. കുർക്കുലിയോണിയുടെ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം റിംഗോഫോറസ് ഫെറുജിനിയസ് എന്നാണ്. മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ 2 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച പ്രാപിക്കും. ശരീരത്തിന് മഞ്ഞ കലർന്ന വെളുപ്പ് നിറവും തലയ്ക്ക് തവിട്ടു നിറവുമാണ്. രൂക്ഷമായ ആക്രമണത്തിന് വിധേയമായ തടിക്കുള്ളിൽ 50-ലേറെ പുഴുക്കളുണ്ടാകും. തെങ്ങുകൾ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ് അപകടം ശ്രദ്ധയിൽപ്പെടുന്നത്. ആക്രമണ രീതി: പെൺവണ്ടുകൾ ഇളം പ്രായത്തിലുള്ള തെങ്ങിൻ്റെ മൃദുല ഭാഗങ്ങൾ തുളച്ച് ചെറു ദ്വാരങ്ങളുണ്ടാക്കി അതിൽ മുട്ടയിടും. മണ്ടയോടടുത്തുള്ള ഭാഗങ്ങളിൽ വണ്ട് സ്വയം ഉണ്ടാക്കുന്ന ദ്വാരങ്ങളിലല്ലാതെ മറ്റ് പല കാരണങ്ങളാൽ തടിയിലുണ്ടാകുന്ന മുറിവുകൾ, തൈത്തെങ്ങിൻ്റെ ചൂട്ടിലുണ്ടാകുന്ന വിള്ളലുകൾ എന്നിവയിലും മറ്റൊരു കീടമായ കൊമ്പൻചെല്ലി ഉണ്ടാക്കുന്ന ദ്വാരങ്ങളിലും വണ്ടുകൾ മുട്ടയിടാറുണ്ട്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ മൃദുകോശങ്ങൾ ചവച്ച് തുപ്പി തടിക്കുള്ളിൽ പ്രവേശിക്കുകയും ഉൾഭാഗം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പ്രായമായ തെങ്ങുകളിൽ ഇവയുടെ ആക്രമണം മണ്ടയുടെ ഇളം ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കും. എന്നാൽ തടി വിരിഞ്ഞു വരുന്ന തെങ്ങോലകളിലാകട്ടെ ചുവട് തുളച്ച് ഉൾഭാഗത്ത് കയറി കൂടുകയാണ് ചെയ്യുന്നത്. നിയന്ത്രണം എങ്ങനെയാണെന്ന് നോക്കാം. തടിയിൽ ദ്വാരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തെങ്ങിൽ കയറാൻ സൗകര്യത്തിനായി കൊത വെട്ടുന്നത് ഒഴിവാക്കണം. ഓല വെട്ടുമ്പോൾ 4 അടി നീളത്തിൽ മടൽ നിർത്തി വേണം വെട്ടാൻ. മടലിൻ്റെ മുറിപ്പാടിൽ വണ്ട് മുട്ടയിട്ട് തടിക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടയാനാണിത്. തടിയിലുണ്ടാകുന്ന മുറിവുകളിൽ വേപ്പെണ്ണ പുരട്ടുന്നത് ഇവ മുറിവുകളിൽ മുട്ടയിടുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ബുവേറിയ വാസിയാന എന്ന മിത്രകുബിൾ പൊടി രൂപത്തിലോ ലായനി രൂപത്തിലോ തെങ്ങോലകളിലും തടിയിലും തളിക്കുന്നത് വഴി ചെല്ലികളെ നശിപ്പിക്കാം. രാസകീടനാശിനികൾ പരമാവധി കുറച്ച് ജൈവപരമായ രീതിയിൽ ഇവയെ നശിപ്പിക്കാൻ കെണികൾ സഹായകമാകും. സ്റ്റം ഇഞ്ചക്ഷൻ: ചെമ്പൻചെല്ലിയുടെ ആക്രമണം കഠിനമായ തെങ്ങുകളെ രക്ഷിക്കാൻ തടിയിൽ മരുന്ന് കുത്തിവെക്കൽ അഥവാ സ്റ്റം ഇഞ്ചക്ഷനാണ് ഫലപ്രദമായ മാർഗം. തെങ്ങ് പൂർണ്ണമായി നശിക്കും മുൻപേ ഇത് ചെയ്യണം. ഇതിനായി ഇമിഡോക്ലോപ്രിഡ് പോലുള്ള കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ, പ്ലാസ്റ്റിക് ഫണൽ അല്ലെങ്കിൽ ഒരു ചെറിയ ട്യൂബ് എന്നിവ ആവശ്യമാണ്. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഏകദേശം 1.5 മീറ്റർ ഉയരത്തിൽ ചെല്ലി ബാധിച്ച ഭാഗത്തിന് നേരെ വിപരീത വശത്തായി 10 സെൻറ്റിമീറ്റർ ആഴത്തിൽ സുഷിരമുണ്ടാക്കണം. സുഷിരം ഏകദേശം 45 ഡിഗ്രി ചെരിവിൽ താഴേക്ക് വേണം നിർമ്മിക്കാൻ. മരുന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകാതിരിക്കാനാണിത്. 1 മില്ലി ഇമിഡോക്ലോപ്രിഡ് ഏകദേശം 10 മുതൽ 20 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തണം. ഈ ലായനി ഒരു ഫണൽ വഴിയോ സിറിഞ്ച് വഴിയോ തുളച്ച സുഷിരത്തിലേക്ക് സാവധാനം ഒഴിക്കുക. മരുന്ന് തടിയിലേക്ക് പൂർണ്ണമായും ആഗിരണം ചെയ്ത ശേഷം ആ ദ്വാരം മണ്ണോ മെഴുകോ സിമൻറ്റോ ഉപയോഗിച്ച് നന്നായി അടയ്ക്കണം. മരുന്ന് കുത്തിവെച്ച തെങ്ങിൽ നിന്ന് അടുത്ത 1.5 മാസം തേങ്ങയോ ഇളനീരോ പറിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. മരുന്നിൻ്റെ അംശം തേങ്ങയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണിത്. മരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ കൈയുറകളും മാസ്കും ധരിക്കണം. മരുന്ന് കുത്തിവെക്കുന്നതിന് മുമ്പ് തെങ്ങിൻ്റെ ചുവട്ടിൽ തടമെടുത്ത് നനയ്ക്കുന്നത് മരുന്ന് വേഗത്തിൽ മുകളിലെത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെമ്പൻചെല്ലിയെ തെങ്ങിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റി മാറ്റാവുന്നതാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.